മഹാന്മാരായ ഔലിയാക്കന്മാരുടെ മഹത്വങ്ങൾ അത് പറയൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു ഇബാദത്താണ്. സ്വാലിഹീങ്ങളുടെ മഹത്വം പറയുമ്പോൾ, സ്വാലിഹീങ്ങളുടെ, ആരിഫീങ്ങളുടെ, ഔലിയാക്കന്മാരുടെ മഹത്വങ്ങൾ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ പാപക്കറകളെ, തെറ്റുകുറ്റങ്ങളെ അത് പൊറുക്കപ്പെടാൻ അത് കാരണമാണ് എന്നാണ് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുമ്പോൾ, ഔലിയാക്കന്മാരുടെ മഹബത്തിന്റെ കഥകൾ പറയുമ്പോൾ, ഔലിയാക്കന്മാര് നമുക്ക് മുമ്പേ അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാരഥന്മാരുടെ ജീവിത ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ആ മഹത്തുക്കളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പകർത്താൻ ധാരാളം പാഠങ്ങൾ ഈ ഉമ്മത്തിനിക്ക് ആ മഹാന്മാരൊക്കെ സമ്മാനിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, മഹാരായ ഖുതുബുൽ ആലമിനെ കുറിച്ച് ഇന്നലെയും നമ്മൾ പറഞ്ഞു. എല്ലാ സദസ്സുകളിലും അവിടുത്തെ മദ്ഹ് ചൊല്ലിയിട്ടാണ് നമ്മൾ ആരംഭിക്കാറുള്ളത്. കാരണം ഖുതുബുൽ ആലമിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ, അവിടത്തേക്ക് എല്ലാ ദിവസവും ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ അവിടെ നിന്ന് അല്ലാഹു നമുക്ക് വലിയ കാവൽ, മഹാനവറുകളുടെ കാവൽ അല്ലാഹു നമുക്ക് നൽകുകയാണ്. ഔലിയാക്കന്മാർ വലിയ ഭാഗ്യവാന്മാരാണ്. അവരെ കുറിച്ചിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും മഹത്വങ്ങൾ പറയാറുണ്ട്. ഔലിയാക്കന്മാരാരാണ്? നമ്മളെപ്പോലെ ബുദ്ധിയും വിവേകവും വികാരവും ഉണ്ടായിട്ട് പോലും അതിനെയെല്ലാം, ബുദ്ധിയെയും വികാരത്തെയും വിവേകത്തെയും തന്റെ സമയങ്ങളെയും ആയുസ്സുകാലം മുഴുവനും അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി നീക്കിവെച്ച ഭാഗ്യവന്മാരാണ് മഹാന്മാരായ ഔലിയാക്കന്മാർ. അതുകൊണ്ടാണല്ലോ മഹാന്മാരായ സ്വഹാബത്ത് ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്തുന്നതമായ പദവി അള്ളാഹു നൽകുന്ന വിഭാഗമുണ്ട് സ്വഹാബാ. ഈ ദുന്യാവിലെല്ലാം അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചവരാണവര്. ഈ ദുന്യാവിൽ നിന്ന് അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട്, അള്ളാഹുവിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ സുഖ സൗഭാഗ്യങ്ങളെ, സന്തോഷ നിമിഷങ്ങളെയെല്ലാം വേണ്ട എന്ന് വെച്ച് പരലോക ചിന്തയിലൂടെ അല്ലാഹു 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 എന്ന ചിന്തയിലൂടെ തന്റെ ആയുസ്സുകാലം മുഴുവനും നീക്കിവെച്ച മഹാന്മാരായ ഔലിയാക്കന്മാര്, അവരെ കുറിച്ചിട്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ ഖുറബാഉ ഫിൽ ജന്നാ, അൽ ഖുറബാഉ ഫിൽ ജന്നാ. ഖുറബാക്കൾ എന്നുള്ളത് സ്വർഗത്തിലാണ്. ഖുറബാക്കൾക്ക് അല്ലാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ട്. ഖുറബാക്കൾക്ക് അല്ലാഹു വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. ഖുറബാക്കൾക്ക് അല്ലാഹു വലിയ ബഹുമാനമാണ് നൽകിയിട്ടുള്ളത്. ഖുറബാക്കൾക്ക് അല്ലാഹു വലിയ ബഹുമതിയാണ് നൽകിയിട്ടുള്ളത്. വലിയ സുഖങ്ങളാണ് ഖുറബാക്കളെ അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്തെ കാത്തിരിക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, മഹത്തുക്കളായ സ്വഹാബത്ത് ചോദിച്ചു, ആരാണ് നബിയേ? അത് ഞങ്ങളാണോ നബിയേ? മനിൽ ഖുറബാഉ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് തങ്ങളെ? തങ്ങളെ ഖുറബാ എന്ന് പറഞ്ഞല്ലോ, സ്വർഗീയ ലോകത്തെ പച്ചക്കിളികളെ പോലെ പാളിക്കളിക്കുന്ന മഹാന്മാരായ അമ്പിയാക്കന്മാരെ പോലെ, മഹത്തുക്കളായ സ്വഹാബത്തിനെ പോലെ സ്വർഗീയ ലോകത്തെ കടന്നു പോകുന്ന വിശ്വാസികളെ കൂട്ടത്തിൽ വളരെ ആനന്ദത്തോടെ, സൗഭാഗ്യത്തോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, അഭിമാനത്തോടെ സ്വർഗീയ ലോകത്തെ പാറിക്കളിക്കുന്ന ഖുറബാക്കൾ. മനിൽ ഖുറബാഉ യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഖുറബാക്കൾ ആരാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവര് ഒരു വിഭാഗമാണ് സ്വഹാബാ. ഹും മുവാദിമൂന അലത്താഅത്ത്, അവർ ഏത് സമയത്തും നമസ്കരിക്കുന്നവരാണ്.
ഏത് സമയത്തും നോമ്പെടുക്കുന്നവരാണ്. മുഴുവൻ സമയങ്ങളും ദിക്റിലൂടെ, സ്വലാത്തിലൂടെ, ഖുർആൻ ഖത്മുകളിലൂടെ, അല്ലാഹു അല്ലാഹു എന്ന ചിന്തയിലൂടെ ജീവിതം മാറ്റിമറിച്ച മഹാന്മാരായ ഔലിയാക്കന്മാരാണ്. അവർക്ക് അല്ലാഹു നൽകിയ കണ്ണുകൾ അല്ലാഹുവിന് വേണ്ടി മാത്രം ചെലവഴിച്ച ഔലിയാക്കന്മാർ, അല്ലാഹു നൽകിയ നാവിനെ അല്ലാഹുവിന് ദിക്ർ ചൊല്ലാൻ ഉപയോഗിച്ച മഹാന്മാർ, അല്ലാഹു നൽകിയ കാതുകളെ നല്ലത് മാത്രം കേൾക്കാൻ ഉപയോഗിച്ച മഹാന്മാർ, അല്ലാഹു നൽകിയ ഹൃദയം കൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് മാത്രം ആലോചിച്ച് കരഞ്ഞ് 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 അല്ലാഹുവിനോട് തൗബ ചെയ്ത മഹാന്മാരായ ഔലിയാക്കന്മാര്. അവരെ ചിന്തകൾ മുഴുവനും പരലോകമാണ്. അവരെ ചിന്തകൾ മുഴുവനും പരലോകമായിരുന്നു, ഖബറായിരുന്നു, ഖബറിന്റെ അകത്ത് വരുന്ന അനുഭവങ്ങളായിരുന്നു. അല്ലാഹുവിനെ ഭയന്നത് കൊണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കേണ്ടി വന്നില്ല. അല്ലാഹുവിൽ ഭയം ഉണ്ട്, അല്ലാഹുവിന് വേണ്ടി മാത്രം ചിന്തയെ മാറ്റിവെച്ച കാരണം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളൊന്നും അവരനുഭവിക്കാതെ, നമ്മളെ കഴിക്കുന്നത് പോലെ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാതെ, നമ്മൾ ധരിക്കുന്നത് പോലെ വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കാതെ, നമ്മളെപ്പോലെ സുഖാനുഭൂതിയുള്ള ജീവിതം മാറ്റിവെച്ചുകൊണ്ട് അവരെ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സമയം കണ്ടെത്തിയ മഹാന്മാരായ ഔലിയാക്കന്മാര്. അവരെ ഉറക്കം ഇബാദത്താണ്, അവരെ നടത്തം ഇബാദത്താണ്, അവരെ തനിച്ചിരിക്കൽ ഇബാദത്താണ്, അവരെ ചിന്തകൾ ഇബാദത്താണ്, അവരുടെ നോട്ടങ്ങൾ ഇബാദത്താണ്, അവരുടെ സംസാരങ്ങൾ ഇബാദത്താണ്. സ്വഹാബാ, അല്ലാഹു അല്ലാഹു അല്ലാഹ് എന്ന ചിന്തയിലൂടെ മാത്രം ജീവിതം വഴി കാണിച്ച മഹാന്മാരായ ഔലിയാക്കന്മാര്. അവരെ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തെ ഉന്നതമായ പദവി അലങ്കരിക്കുന്നവരാണ് സ്വഹാബാ. ആ ഔലിയാക്കന്മാരെ മഹബത്ത് വെച്ചവരാരാ? ആ ഔലിയാക്കന്മാരെ സ്നേഹിച്ചവരാരാ? ആ ഔലിയാക്കന്മാരുടെ മഹബത്ത് കൊണ്ട് ആ ഔലിയാക്കന്മാരുടെ മഹത്വം പറയുന്നവരാരാ? അവരൊക്കെ ഔലിയാക്കന്മാരുടെ കൂടെ പരലോകത്തായിരിക്കുമെന്ന മഹത്തുക്കളായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടുകാരാ, ഈ അറിവിൻ നിലാവിന്റെ മനോഹരമായ മജ്ലിസ് വീക്ഷിക്കുന്ന പെങ്ങളെ, പരിശുദ്ധമായ മനോഹരമായ ഈ മജ്ലിസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഔലിയാക്കന്മാരുടെ മഹത്വം മഹാനായ ശൈഖുനാ സിയം വലിയുല്ലാഹി തങ്ങൾ അവരുടെ മഹത്വം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, എന്തിനാ നമ്മൾ അവരുടെ മഹത്വം പറയുന്നതെന്നറിയോ? അവരുടെ പവർ പറയുന്നത് എന്തിനാണ്? അവരുടെ സ്ഥാനമാനങ്ങൾ പറയുന്നത് എന്തിനാണ്? അവർക്ക് അല്ലാഹു നൽകുന്ന ബഹുമാനത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്തിനാണ്? അവരുടെ മദദ് അല്ലാഹു നമുക്ക് തരാനാണ്, അവരുടെ കാവൽ അല്ലാഹു നമുക്ക് തരാനാണ്, അവരുടെ ബറക്കത്ത് കൊണ്ട് ദുനിയാവും ആഖിറവും വിജയിക്കാൻ വേണ്ടിയാണ്. ഔലിയാക്കന്മാരെ നമ്മളെ പോലെയല്ല കൂട്ടുകാരാ. അവർ അല്ലാഹുവിന് വേണ്ടി എല്ലാം സമർപ്പിച്ചവരല്ലേ? അറിയില്ലേ നിങ്ങൾക്ക് മഹാനായ ശൈഖുനാ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അല്ലാഹു അവിടത്തേക്ക് നൽകിയ മഹത്വം എത്രയാണ്, അല്ലാഹു അവിടത്തേക്ക് നൽകിയ സ്ഥാനം എത്രയാണ്, അല്ലാഹു അവിടത്തേക്ക് നൽകിയ ബഹുമതി എത്രയാണ്. ആ മഹാനുഭാവന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണമല്ലാ. മഹാനായ ശൈഖുനാ സിയം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ അവിടുത്തെ ജീവിതം തന്നെ വല്ലാത്ത അത്ഭുതമാണ്, അവിടുത്തെ ജനനം തന്നെ വല്ലാത്ത അത്ഭുതമാണ്. അവിടുത്തെ പ്രിയപ്പെട്ട വാപ്പയാകുന്ന മഹാനായ ബഹുമാനപ്പെട്ട വലിയുല്ലാഹി കുഞ്ഞിമാഹി മുസ്ലിയാർ, അവിടുത്തെ ദറജനെ വർദ്ധിപ്പിക്കണമല്ലാ. മടവൂർ ശൈഖുനയുടെ പ്രിയപ്പെട്ട വാപ്പയാണ്. മഹാനവറുകൾ വലിയായിരുന്ന വലിയ മഹാനായിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. വലിയ ഇബാദത്തിന്റെ ഉടമയായിരുന്ന വലിയ മഹാനായിരുന്നു. അല്ലാഹുവേ, കുഞ്ഞിമാഹിൻ മുസ്ലിയാർ പരിശുദ്ധമായ ഹറമിലേക്ക് ഹജ്ജിന് പോയപ്പോ ഹജ്ജ് ഉംറ സിയാറത്ത് ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധമായ മദീന
കരളിന്റെ കഷ്ണമായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിസരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ പ്രവാചകന്റെ പരിശുദ്ധമായ റൗള ശരീഫിന്റെ സമീപത്ത് കിടന്നിറങ്ങുമ്പോ ആ പരിശുദ്ധമായ റൗളയുടെ സമീപത്തുള്ള കുഞ്ഞിമാഹിൻ മുസ്ലിയാർ കിടന്നിറങ്ങുന്ന സമയത്ത് ആ ഉറക്കിലേക്ക് കടന്നു വരുന്ന മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുവേ, ജീവിതം അവിടെയാണ് മുതലാകുന്നത്. ആ മുത്തുനബിയെ കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ആ പ്രവാചകന്റെ പ്രകാശം കാണാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ റഹ്മാനേ. അതിനല്ലേ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത്, അതിനല്ലേ നമ്മൾ മൗലിദ് ചൊല്ലുന്നത്, അതിനല്ലേ നമ്മൾ മുത്തുനബിയുടെ മഹബത്തിന്റെ കഥ പറയുന്നത്, അതിനല്ലേ മദീനയുടെ മഹബത്തിന്റെ കഥ പറയുന്നത്. കുഞ്ഞുനാളിൽ ഉമ്മയുടെ മടിത്തട്ടിലിരുന്നു കൊണ്ട് കേൾക്കാനും പാടാനും തുടങ്ങിയ മധുഗാനങ്ങൾ, പ്രിയപ്പെട്ട വാപ്പയുടെ മടിത്തട്ടിലിരുന്നു കൊണ്ട് കേൾക്കാൻ തുടങ്ങിയ മധുഗാനങ്ങൾ, പ്രിയപ്പെട്ട ഉമ്മ നമുക്ക് കുഞ്ഞുനാളിൽ പാടിത്തന്നത് ഹബീബിനെ കുറിച്ചുള്ള മധുഗാനങ്ങളായിരുന്നു. ചെറുപ്പത്തിലെ കേട്ട് കേട്ട് വളർന്ന മനോഹരമായ മദീനയുടെ മധുഗാനം, ആ മദീനയുടെ നായകനോടുള്ള മഹബത്ത് ഹൃദയത്തിന്റെ അകത്ത് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് നമ്മുടെ മാതാപിതാക്കൾ ഹബീബിനോടുള്ള മഹബത്തിന്റെ ഗാനം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അങ്ങനെയാവണം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് മുത്തുനബിയോടുള്ള മഹബത്ത് പഠിപ്പിച്ചു കൊടുക്കണം. അദ്ദിബു ഔലാദക്കും അലാ സലാസി ഖിസാൽ. മഹബത്ത് റസൂലിന്റെ വിഷയത്തിൽ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ നല്ലവണ്ണം പഠിപ്പിച്ചു കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ പ്രവാചകനെ കാണണ്ടേ, ആ പ്രവാചകനെ കിനാവിലൊന്ന് കാണണ്ടേ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട് ഞാൻ പറയുകയാണ്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, ആ ഹബീബായ പ്രവാചകനെ കാണണമെന്ന് ആഗ്രഹമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ കണ്ട പലരുമുണ്ടല്ലോ. എത്രയോ കൂട്ടുകാര് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ ഞാൻ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. ഭാഗ്യവന്മാരാണ്, ഭാഗ്യവന്മാരാണ്, ഭാഗ്യവന്മാരാണ്. വുദൂ എടുത്തിട്ട് കിടന്നിറങ്ങണം കൂട്ടുകാരാ, വുദൂവോടുകൂടി കിടന്നിറങ്ങണം ചെറുപ്പക്കാരാ. നിങ്ങൾ വുദൂവോടുകൂടി കിടന്നിറങ്ങുമ്പോൾ ആ ഉറക്കത്തിലൂടെ ഹബീബായ പ്രവാചകർ വന്നുകൊണ്ട് നിങ്ങളെ സ്വപ്നത്തിൽ വരണമെങ്കിൽ നിങ്ങൾ 5 വക്ത് നമസ്കാരം കഴിഞ്ഞാലും 5 വക്ത് ഫർള് നമസ്കാരം കഴിഞ്ഞാലും ഒരു ആയത്ത് നിങ്ങൾ പതിവാക്കണേ. സൂറത്ത് തൗബയിലെ അവസാനത്തെ ആയത്തുകളിലെ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസും അലൈഹി മാ അനിതും ഹരീസും അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം فإن تولوا فقل حسبي الله لا إله إلا هو رب العرش العظيم എന്ന് തുടങ്ങുന്ന സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ, ആ ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ലഖദ് ജാഅകും എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ ആയത്തില്ലേ, ആ ആയത്ത് നമ്മൾ 5 വക്ത് നമസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ ആരെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞാലേ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് കിനാബിലൂടെ കടന്നു വരും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തോഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ മായങ്ങോ
റൗള കാണാനായി ഞങ്ങൾ കേണിടുന്നേ തോഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ മായങ്ങോ റൗള കാണാനായി ഞങ്ങൾ കേണിടുന്നേ. ആ മദീനയാണ് നമ്മുടെ അഭയം കൂട്ടുകാരാ, ആ മദീനയാണ് നമ്മുടെ അഭയം പെങ്ങളെ. ആ മദീനയുടെ രാജകുമാരനെ കിനാവിലെന്ന് കാണണം നമുക്ക്. അതുവരെ മദ്ഹ് ചൊല്ലണം, അതുവരെ മദ്ഹ് ചൊല്ലിക്കൊണ്ടിരിക്കണം, കേട്ടുകൊണ്ടിരിക്കണം. പ്രവാചകനെ കാണാനുള്ള പവർ നമ്മുടെ കണ്ണിനുണ്ടോ എന്ന് നമുക്കറിയൂല. കാരണം തെറ്റുകുറ്റങ്ങൾ ഹറാമയത്തിലൂടെ നീന്തിക്കുളിച്ച കണ്ണുകളാണ്. എന്നാലും ഹബീബേ വരണം മദീന, കാണണം ആ പരിശുദ്ധമായ മദീന. എത്രയോ പാപികളെ മദീനയിലേക്ക് വിളിച്ച നബിയേ, ഈ പാപികളെയോ മദീനയിലേക്ക് വിളിക്കണം നബിയേ. എത്രയോ പർവ്വത സമാനമായ പാപപാഠങ്ങളും ഹൃദയത്തിലേറ്റി വന്ന് മദീനയിൽ വന്ന് എല്ലാം മലിഞ്ഞ ഹൃദയശുദ്ധിയോടെ മദീന വിട്ട എത്രയോ സ്വാലിഹീങ്ങളുടെ മഹബത്തിന്റെ കഥകൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ ഹബീബേ, ഈ ഹൃദയാന്തരത്തിന്റെ അകത്ത് താങ്ങാൻ കഴിയാത്ത പർവ്വത സമാനമായ പാപഭാരങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. എന്നാലും മദീന ഞങ്ങളെ വിളിക്കുമല്ലോ, എന്നാലും മദീന ഞങ്ങളെ കൈവടിയൂലല്ലോ. ആ മദീനയിലേക്കൊന്ന് വരണം തങ്ങളെ, ആ മദീനയൊന്ന് കാണണം തങ്ങളെ. പാപഭാരങ്ങളെ മദീനയിൽ വന്ന് ഞങ്ങൾക്കൊന്ന് ഇറക്കി വെക്കണം നബിയേ. സങ്കടങ്ങൾ ഒരുപാട് പറയാനുണ്ട് തങ്ങളെ, മദീനയിൽ വന്ന സങ്കടങ്ങൾ ഒരുപാട് പറയാനുണ്ട് നബിയേ. മദീനയിൽ വന്ന് കണ്ണീരുകൾ ഒരുപാട് ഒഴുക്കാനുണ്ട് തങ്ങളെ. മദീനയിൽ വന്ന ദുഃഖത്തിന്റെ ആരോടും പറയാത്ത സങ്കടത്തിന്റെ കനൽകട്ടകൾ പറയാൻ ഞങ്ങൾ കാത്തിരിക്കാൻ നബിയേ. ഒന്ന് വിളിക്കാമോ നബിയേ, ഒന്ന് വിളിക്കാമോ നബിയേ, ഒന്ന് വിളിക്കാമോ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ 5 വക്ത് നമസ്കാരം കഴിഞ്ഞാൽ സൂറത്ത് തൗബയിലെ അവസാനത്തെ ഈ 2 ആയത്തുകൾ പാരായണം ചെയ്യണം. അങ്ങനെ പാരായണം ചെയ്താൽ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളെ കിനാവിൽ വരും. മദന നിലാവേ നല്ല മദന നിലാവേ, കിനാവ് കണ്ടുറങ്ങി ഞങ്ങൾ മദ്ഹ് പാടാം, മദ്ഹ് പാടാം. മണിമുത്തനോരേ നല്ല മണിമുത്തനോരേ, കിനാവ് കണ്ടുറങ്ങി ഞങ്ങൾ മദ്ഹ് പാടാം, മദ്ഹ് പാടാം. ആ പ്രവാചകൻ നമ്മുടെ കിനാവിൽ കടന്നു വരും, ആ പ്രവാചകൻ നമ്മുടെ കിനാവിൽ കടന്നു വരും. നമ്മൾ കിടന്നിറങ്ങുമ്പോ വിളിച്ചുണർത്താൻ, നമ്മൾ കിടന്നിറങ്ങുമ്പോ കിന്നാരം പറയാൻ, നമ്മുടെ വിഷമങ്ങൾക്ക് അറുതി വരുത്താൻ, നമ്മുടെ കണ്ണുനീര് തുടച്ചു തരാൻ, നമ്മുടെ സങ്കടങ്ങളെ നമ്മുടെ മനോഹരമായ ഹൃദയത്തിലേക്ക് ശാന്തിയുടെ സമാധാനത്തിന്റെ വാക്കുകൾ നുകർന്നു തരാൻ ആ പ്രവാചകരെ കടന്നു വരും. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. അങ്ങനെ കണ്ടവർ എത്ര വലിയ ഭാഗ്യവന്മാരാണ്.
ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടവർ എത്ര വലിയ ഭാഗ്യവന്മാരാണ്. ആ പ്രവാചകനെ സ്വപ്നത്തിൽ കാണുകയാണ്. മഹാനായ മടവൂര് പാപ്പാന്റെ പ്രിയപ്പെട്ട പിതാവ് ബഹുമാനപ്പെട്ട കുഞ്ഞിമായീൻ മുസ്ലിയാർ. മദീനയിലാണ് സംഭവം. മദീനയിൽ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ കാണുന്ന സ്വപ്നത്തിൽ കണ്ട ഉടനെ തന്നെ കുഞ്ഞിമായീൻ മുസ്ലിയാർ എന്ന മടവൂര് പാപ്പാന്റെ പ്രിയപ്പെട്ട പിതാവിനോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നിങ്ങളെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കുഞ്ഞുമോൻ നിങ്ങളെ ജീവിതത്തിൽ പിറക്കാൻ പോവുകയാണ്. നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ, നിങ്ങളെ സഹധർമ്മിണി നിങ്ങൾക്കൊരു കുഞ്ഞുമോന് ജന്മം നൽകുന്നതാണ്. ആ കുഞ്ഞുമോൻ ജനിച്ചു വീഴുന്നത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഏത് മാസത്തിലാണ്? റബീഉൽ അവ്വൽ മാസം. അത് എന്റെ മാസമാണ്, എനിക്ക് ജന്മം നൽകിയ മാസമാണ്. ഈ ലോകത്തിന് മുഴുവനും അല്ലാഹു വലിയ സന്തോഷം നൽകിയ മാസമാണ് റബീഉൽ അവ്വൽ 12. ഈ ലോകത്തിന് മുഴുവനും അല്ലാഹു വലിയ സമാധാനം നൽകിയ, ഈ ലോകത്തിന് ശാന്തിയായി, ഒരു പ്രകാശമായ പ്രകാശഗോപുരമായി, ഒരു സമാധാന ദൂതനായി ഈ ലോകത്തേക്ക് അല്ലാഹു അയച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമില്ലേ, ആ റബീഉൽ അവ്വൽ മാസത്തിൽ റബീഉൽ അവ്വൽ 12 ഇൻഷാ അല്ലാഹ് നിങ്ങളെ കുടുംബജീവിതത്തിലേക്ക് ഒരു കുഞ്ഞുമോൻ വരാൻ പോവുകയാണ്. ആരാ പറയുന്നത്? കിനാവിലൂടെ പറയുകയാണ്. മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആരോട്? മടവൂര് ശൈഖിന്റെ പ്രിയപ്പെട്ട ഉപ്പയാകുന്ന കുഞ്ഞിമായീൻ മുസ്ലിയാരോട്. കേൾക്കണം കൂട്ടുകാരാ, മടവൂര് ശൈഖുനാരാണ്? കേൾക്കണം പെങ്ങളെ, ഖുത്ബുൽ ആലമിന്റെ പവർ എത്രയാണ്. ആ ഖുത്ബുൽ ആലം ജനിക്കുന്നതിന്റെ മുമ്പ് മടവൂര് ശൈഖിനയുടെ വരവിനെ കുറിച്ചിട്ട് മടവൂരിൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 ഇങ്ങനെ ഒരു മഹാൻ ജനിക്കുന്നുണ്ട് എന്ന വാർത്ത എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറയുകയാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. മാഷാ അല്ലാഹ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനെ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാ ആ കുഞ്ഞിന് നിങ്ങൾ എൻ്റെ പേര് വെക്കണം മോനെ. റബീഉൽ അവ്വൽ 12 ഉദിച്ചവ റബ്ബിന്നനുഗ്രഹമാണവ, റഹ്മാന്റെ പ്രീതി നേടിയോ റഹ്മത്തായി വന്ന വാനിയവ. റബീഉൽ അവ്വൽ 12 ഉദിച്ചവ റബ്ബിന്റെ അനുഗ്രഹമാണവ, റഹ്മാന്റെ പ്രീതി നേടിയോ റഹ്മത്തായി വന്ന വാനിയവ. ശൈഖനാ യാ ശൈഖനാ ശൈഖനാ യാ ശൈഖനാ ശൈഖനാ യാ ശൈഖനാ സയ്യിദി മടവൂർ വാലി. അല്ലാഹു ആ മഹാനുഭാവന്റെ കാവൽ അല്ലാഹു നമുക്ക് നൽകട്ടെ. മടവൂർ പാപ്പാന്റെ പ്രിയപ്പെട്ട ഉപ്പയോട് പറയാണ്, വാപ്പാ നിങ്ങളെ കുടുംബ ജീവിതത്തിൽ ഒരു മോൻ ജനിക്കാൻ പോവാ റബീഉൽ അവ്വൽ 12 ഇൻഷാ അല്ലാഹ്. ആ കുഞ്ഞുമോൻ ജനിച്ചാൽ ആ കുഞ്ഞുമോന് നിങ്ങൾ മുഹമ്മദ് എന്ന സുന്ദരമായ നാമം നൽകണം വാപ്പാ. മുഹമ്മദ് എന്ന നാമവും അതോടുകൂടെ എന്റെ കൂട്ടുകാരനായ എന്റെ കളിക്കൂട്ടുകാരനായ മഹാനായ സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
എന്റെയും എൻ്റെ അബൂബക്കറിന്റെയും പേരാണ് നിങ്ങൾ ആ പുണ്യമോനെ വെക്കേണ്ടത്. ആരാ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മടവൂർ ശൈഖുനാന്റെ വാപ്പയോട് പറയുകയാണ്. മഹാനായ കുഞ്ഞിമാഹീൻ മുസ്ലിയാർ റൗദയിൽ നിന്ന് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകർ വന്നിട്ട് എന്നോട് സന്തോഷവാർത്ത പറയുകയാണ്. മടവൂർ ശൈഖ് എന്ന കുഞ്ഞുമോൻ ജനിക്കുന്ന സമയത്ത് ആ കുഞ്ഞുമോന് മുഹമ്മദ് അബൂബക്കർ എന്ന പേര് നിങ്ങൾ പറയണം. ഒരു കുഞ്ഞുമക്കളുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ പ്രധാനമാണ് അവരുടെ മാതാപിതാക്കൾ സ്വാലിഹീങ്ങളായിരിക്കണമെന്നുള്ളത്. ഉമ്മയും ബാപ്പയും സ്വാലിഹായാൽ മക്കൾ സ്വാലിഹീങ്ങളാവും. ഉമ്മയും ബാപ്പയും നന്നായാൽ മക്കൾ നല്ലവരാകും. ഉമ്മയും ബാപ്പയും വിലങ്ങനായാൽ മക്കള് ആ രൂപത്തിലാണ് വളർന്നു വരുന്നത്. മറന്നു പോവണ്ട. മടവൂർ ശൈഖുനാന്റെ പ്രിയപ്പെട്ട പിതാവ് സ്വപ്നത്തിൽ കാണുകയാണ്. മുത്തുനബി പറയുകയാണ്, ആ കുഞ്ഞുമോന് നിങ്ങൾ മുഹമ്മദ് അബൂബക്കർ എന്ന പേര് പറയണേ. മുഹമ്മദ് അബൂബക്കർ എന്ന പേര് പറയണേ. മടവൂർ ശൈഖുനാക്ക് പേര് വച്ചതാരാണ്? ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങളാണ് മടവൂർ ശൈഖുനാക്ക് പേര് വെച്ചതെന്ന് നമ്മൾ മറന്നു പോവണ്ട. മുത്തിലും മുത്തായി ജനിച്ചവർ, മുത്ത് ഹബീബിൽ ലയിച്ചവർ, മുത്ത് റസൂലിന്റെ ചാരമിൽ മുത്തില്ലാലിഞ്ഞ മഹാനവർ. ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന സയ്യിദി മടവൂർ വാലി കുത്തുബുൽ ആലം വലിയേരെ മദദ് തേരോ യാ റബ്ബനാ. ആദിവേദകൾ മുഴുവനും ശിഫയാക്കിടന്റെ റബ്ബനാ. ശൈഖനായ ശൈഖനാ ശൈഖനായ ശൈഖനാ ശൈഖനായ ശൈഖനാ സയ്യിദി മടവൂർ വാലി. സമ്പദ് ഘടന തകർന്ന് പോയി, സഞ്ചാര സ്വാതന്ത്ര്യം നിന്ന് പോയി, ആശ്രയം ഭക്ഷണ കീറ്റുകൾ കണ്ണും നട്ട് നാമിരിക്കലായി ലോകം മുഴുവനും ആദിയായി. കോവിഡ് വന്നതിൽ ഭീതിയാ, മരുന്നില്ല രാജ്യങ്ങൾ തേങ്ങലായി. മാർഗം അല്ലാഹു മാത്രമാം. ശൈഖനായ ശൈഖനാ ശൈഖനായ ശൈഖനാ ശൈഖനായ ശൈഖനാ സയ്യിദി മടവൂർ വാലി. പള്ളിവാതില് അടഞ്ഞ് പോയി, കല്യാണ മാമാങ്കം നിന്ന് പോയി, കൂത്താടി നാം മറന്ന് പോയി, റബ്ബിൽ പരീക്ഷണം വന്ന് പോയി.
പൊട്ടിക്കരയോ സോദരാ, തെറ്റേറ്റ് പറയോ കോട്ടരെ, മാർഗം സിയം വാലി ഹക്കിനാൻ അല്ലാ തോറക്കും സോദരാ, കുതുബുല്ലലം വലിയേരെ മദദ് തരോ യാ റബ്ബനാ, ആദിവേദകൾ മുഴുവനും ശിഫയാക്കിട് യാ റബ്ബനാ, ശൈഖനാ യാ ശൈഖനാ, ശൈഖനാ യാ ശൈഖനാ, ശൈഖനാ യാ ശൈഖനാ, സയ്യിദി മടബൂർ വാലി. അല്ലാഹു അവിടുത്തെ കാവലി നമുക്ക് നൽകട്ടെ. ആ മഹാനുഭാവന്റെ ഹക്ക് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ സങ്കടങ്ങളൊക്കെ നീ മാറ്റി തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എപ്പോഴും മഹാന്മാരുടെ മദ്ഹ് ഇങ്ങനെ പറയാം. അല്ലാഹു നമുക്ക് തരുന്ന പരീക്ഷണങ്ങളൊക്കെ അല്ലാഹു മാറ്റിത്തരും. നിങ്ങൾ വിഷമിക്കണ്ട, മഹാന്മാരെ മുറുകെ പിടിക്കുക. പറഞ്ഞു വരുന്നത് മടവൂർ ശൈഖുനാക്ക് പേര് വെച്ചത് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. ആർക്ക്? പ്രിയപ്പെട്ട പിതാവാകുന്ന കുഞ്ഞുമകൻ മുസ്ലിയാർ സ്വപ്നത്തിൽ കാണുകയാണ് പ്രവാചകരെ. ആ കുഞ്ഞുമോന് നിങ്ങൾ മുഹമ്മദ് അബൂബക്കർ എന്ന പേര് നിങ്ങൾ പറയണേ. ആരുടെ പേരാണ് മുഹമ്മദ് എന്ന നാമം? അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ ആദ്യമായി എഴുതപ്പെട്ട നാമമാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന മനോഹരമായ നാമം. ആ നാമത്തോടുകൂടെ ആ നാമം മാത്രം പറഞ്ഞാൽ പോരാ, ആ നാമത്തിന്റെ കൂടെ എൻ്റെ കൂട്ടുകാരന്റെ പേര് കൂടി നിങ്ങൾ പറയണേ. ഏതാണ് ആ കൂട്ടുകാരനെന്നറിയോ? ഏതാണ് ആ കൂട്ടുകാരനെന്നറിയോ? ഏതാണ് ആ കൂട്ടുകാരനെന്നറിയോ? ഒരു കാലത്ത് അബൂജഹല് കല്ലെറിഞ്ഞപ്പോൾ ശരീരത്തിൽ നിന്ന് രക്തമൊലിക്കുന്ന പ്രവാചകന്റെ ശരീരത്തേക്ക് സാരമില്ല നബിയേ, കരയല്ല നബിയേ, കരയല്ല തിങ്കളേ എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്റെ പരിശുദ്ധമായ പുണ്യഭൂമേനിയിൽ തലോടിക്കൊടുത്ത ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു മുത്തുനബിക്ക്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുമൊക്കെ പ്രവാചകനെ എതിരെ തിരഞ്ഞ ആദ്യ ജാഹിലിയായ കാലഘട്ടമില്ലേ, ആ കാലഘട്ടത്തും ഞാനുണ്ട് തങ്ങളെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ കട്ടഫേനായി പ്രവാചകനെ കൂടെ നിന്ന പ്രവാചകന്റെ നിയല് പോലെ നിയലില്ലാത്ത മുത്തുനബി, നിയല് തീരെയില്ലാത്ത മുത്തുനബിക്ക് ഒരു നിയല് പോലെ കൂടെ നിന്ന മഹാനായ കൂട്ടുകാരൻ അറിയില്ലേ നിങ്ങൾക്ക്? ആദ്യമായി ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്നുകൊണ്ട്, തങ്ങളൊരു അത്ഭുത മനുഷ്യനാണ്, തങ്ങളൊരു അത്ഭുതത്തിന്റെ ഉടമയാണ്, തങ്ങളിൽ ഞാൻ ഒരുപാട് അത്ഭുതങ്ങൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പ്രവാചകന് സ്നേഹം നൽകിയ കൂട്ടുകാരനെ നിങ്ങൾ മറന്നുപോയോ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സുഖമില്ലാതെ കിടന്നുറങ്ങുമ്പോൾ, സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ശൈബ് അബീ താലിബിന്റെ മരഞ്ചൊരിവിൽ ശത്രുക്കൾ പ്രവാചകനെയും കുടുംബത്തെയും അറസ്റ്റ് ചെയ്തപ്പോൾ അന്ന് ശത്രുക്കളെ കാണാതെ പ്രവാചകന്റെ സമീപത്തേക്ക് വെള്ളവുമായി വന്ന ആ കൂട്ടുകാരനെ ഓർമ്മയില്ലേ ചെറുപ്പക്കാരാ? നമ്മളെപ്പോലെ കാശ് കാണുമ്പോ കൂട്ടുകൂടുന്ന കൂട്ടുകാരനല്ലായിരുന്നു, പണം കണ്ടിട്ട് കൂട്ടുകൂടിയ കൂട്ടുകാരനല്ലായിരുന്നു, ഭംഗി കണ്ടിട്ട് കൂട്ടുകൂടിയ കൂട്ടുകാരനല്ലായിരുന്നു, അവന്റെ ശബ്ദമാധുര്യം കണ്ടിട്ട് കൂട്ടുകൂടിയ കൂട്ടുകാരനല്ല. ഈ ദുനിയാവിൽ നിന്ന് വല്ല നിഅമത്തുകളും ഉപകാരവും തിരിച്ചു ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൂട്ടുകൂടുന്നവരാണ് ദുനിയാവിലെ കൂട്ടുകാരെ.
അള്ളാഹുവിന്റെ ഹബീബിനെ കൂട്ടുകൂടാൻ വന്ന കൂട്ടുകാരാരെന്നറിയോ? പാതിരാ സമയത്ത് പിറന്ന നാടായ പരിശുദ്ധമായ മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത്, നബിയേ നിങ്ങൾ ഒറ്റക്കാണോ പോകുന്നത്? ഈ രാത്രി സമയത്ത് ഞങ്ങൾ ഒറ്റക്കാണോ പോകുന്നത്? അസ്സുഹബ യാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് അങ്ങോട്ട് ചോദിച്ചു, ഞാൻ അങ്ങോട്ട് വരട്ടെ നബിയേ? തങ്ങളെ കൂടെ മദീനയിലേക്കാണെങ്കിൽ മദീന, തങ്ങൾ എങ്ങോട്ട് വിളിച്ചാലും ഏത് പ്രദേശത്തേക്ക് വിളിച്ചാലും തങ്ങളെ കൂടെ ഇറങ്ങിപ്പോരാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ കൂടെ നിന്ന കൂട്ടുകാരനില്ലേ? അല്ലാഹുവേ, സൗർ പർവ്വതത്തിന്റെ മുകളിലെ ആ ഗുഹക്കകത്തിരുന്ന് കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമിക്കുമ്പോൾ എന്റെ പ്രവാചക പൂങ്കവറിന്റെ പുണ്യഭൂമിയിലേക്ക്, പുണ്യശരീര ഭൂമിയിലേക്ക് ആ മണൽ തരികൾ അടർന്നു വീഴാൻ പാടില്ല എന്ന് കരുതിയിട്ട് ആ ഗുഹക്കകത്തുള്ള മാളങ്ങളിൽ വല്ല ഇഴജന്തുക്കളുമുണ്ടെങ്കിൽ എന്റെ പ്രവാചകനെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് കരുതിയിട്ട് തന്റെ കാലിന്റെ തള്ളവിരൽ കൊണ്ട് മാളങ്ങളെല്ലാം അടച്ചു പിടിച്ചുപോയി. കാലിന് നിരന്തരം സർപ്പം കൊത്തിപ്പീണും കാല് തിരിച്ചെടുക്കാത്ത കൂട്ടുകാരന് ഓർമ്മയില്ലേ ചെറുപ്പക്കാരാ? ഈ അറിവിൻ നിലാവിന്റെ സദസ്സ് കേട്ടുകൊണ്ടിരിക്കുന്ന പെങ്ങളെ, ആ കൂട്ടുകാരൻ കാലെടുത്തില്ല. എന്തിനു വേണ്ടിയാണ്? തന്റെ മടിയിൽ കിടന്നിറങ്ങുന്ന എന്റെ കൂട്ടുകാരനായ പ്രവാചകനെ, ആ പ്രവാചകന്റെ ഉറക്കം നഷ്ടപ്പെടുമോ എന്ന് കരുതിയിട്ട് ആ പ്രവാചകനെ അത്രത്തോളം സ്നേഹിച്ച മഹാൻ, ആ പ്രവാചകന്റെ കൂട്ടുകാരനായ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കറേ അൻത ഫിൽ ജന്ന, നിങ്ങൾ എൻ്റെ കൂടെ സ്വർഗത്തിലാണ്. തങ്ങളെ, നിങ്ങൾ എൻ്റെ കൂടെ സ്വർഗത്തിലാണ്. ഞാൻ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ എൻ്റെ വലത് ഭാഗത്ത് നിങ്ങളാണ്, ഞാൻ ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോ നിങ്ങളാണ്, എന്റെ ചുറ്റുഭാഗത്തും നിങ്ങളാണ് തങ്ങളെ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയത്, ലോകത്തുള്ള മുഴുവൻ ആളുകളുടെ ഇബാദത്ത് ഒരു തുലാസിൽ തൂക്കിയാലും ഈ ലോകത്ത് കഴിഞ്ഞതും ഇനി വരാനുമുള്ള മുഴുവൻ ആളുകളുടെ സൽക്കർമ്മങ്ങളെ ഒരു തുലാസിന്റെ അകത്ത് തൂക്കം ചെയ്താലും എന്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമലിൽ നിന്ന് അല്പം ഒരു തുലാസിൽ തൂക്കം ചെയ്താലും ഏറ്റവും കൂടുതൽ കനം കൂടുന്നത് എന്റെ അബൂബക്കറിന്റെ ഈമാനാണ്, എന്റെ അബൂബക്കറിന്റെ ഈമാനാണ്. പറഞ്ഞു പോയി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹു വലിയ മഹത്വം നൽകിയ മഹാനാണ്, വലിയ സ്ഥാനം നൽകിയ മഹാനാണ്. അബൂബക്കറിനെ സ്നേഹിക്കുന്നവരാരാ? അവർ എന്നെ സ്നേഹിക്കുന്നത് പോലെയാണ്. അബൂബക്കറിനോട് ദേഷ്യം പിടിക്കുന്നവരാരാ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് വെറുപ്പ് കാണിക്കുന്നവരാരാ? അവർ ഞാനും പിണക്കത്തിലാണെന്ന് പറഞ്ഞു പോയ പ്രവാചകന്റെ വാക്കുകൾ നമ്മുടെ മനസ്സിലങ്ങനെ അടിച്ചു വരട്ടെ. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ നാമത്തിന് അല്ലാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ശൈഖ് മടവൂർ പാപ്പാന്റെ പാപ്പയാകുന്ന പ്രിയപ്പെട്ട പിതാവാകുന്ന ശൈഖ് കുഞ്ഞിമാഹി മുസ്ലിയാരോട് കിനാവിലൂടെ മുത്ത് റസൂലുള്ള പറയാണ്, തങ്ങളെ, നിങ്ങളെ കുഞ്ഞുമോന് നിങ്ങൾ പേര് വെക്കുമ്പോ എന്റെ പേരാകുന്ന മുഹമ്മദ് ചേർത്തിട്ട് എന്റെ കൂട്ടുകാരന്റെ പേരാകുന്ന അബൂബക്കർ സിദ്ദീഖ് നിങ്ങളെ പേര് വെക്കണം തങ്ങളെ. ആ പേരിന്റെ ബർക്കത്ത് കൊണ്ടാണ് അല്ലാഹു വലിയ ഹിദായത്തിന്റെ ഉന്നതമായ പദവി കൊടുത്തത്. മഹാനായ മടവൂർ ശൈഖുനാ റളിയല്ലാഹു അൻഹു, ആ മഹാനുഭാവൻ അല്ലാഹുവിന്റെ ഹബീബ് പൊരുത്തം കൊടുക്കുകയാണ്.
പേരിലാണ് വിജയത്തിന്റെ കാരം കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുമക്കൾ സ്വാലിഹീങ്ങളാവണമെങ്കിൽ, കുഞ്ഞുമക്കൾ ആലിമീങ്ങളാവണമെങ്കിൽ, ഹാഫിളീങ്ങളാവണമെങ്കിൽ, വലിയ ഉന്നതമായ പദവിയിലെത്തുന്ന മക്കളായി തീരണമെങ്കിൽ മടവൂർ ശൈഖുനാന്റെ ചരിത്രം പഠിക്കണം കൂട്ടുകാരാ. മടവൂർ ശൈഖുന ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ സുന്ദരമായ പേരാണ് മഹാനവറുകൾക്ക് പിതാവും മാതാവും വെച്ചതെന്ന് ചരിത്രം പറയുകയാണ്. അങ്ങനെ വെക്കണം പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ. നമ്മുടെ കുഞ്ഞുമക്കൾ സ്വാലിഹാവണോ, നമ്മുടെ കുഞ്ഞുമക്കൾ ഹാഫിളാവണോ, നമ്മുടെ കുഞ്ഞുമക്കൾ സ്വലാഹിയത്തിന്റെ ഉടമയാവണോ? ഇന്നത്തെ ന്യൂസ് കണ്ടില്ലേ നിങ്ങളെ? മദ്യപിച്ചുകൊണ്ട്, മദ്യം തലക്ക് പിടിച്ചുകൊണ്ട് ബാപ്പയെ അടിച്ചു കൊന്ന ഒരു കൂട്ടുകാരന്റെ കഥ എന്ന് കേട്ടില്ലേ? ഈ സാക്ഷരത നിറഞ്ഞ സുന്ദരമായ കേരളത്തിൽ നിന്നാണ് നമ്മൾ ആ സങ്കടത്തിന്റെ വാർത്ത അറിഞ്ഞത്. നമ്മുടെ അടുത്തുള്ള ജില്ലകളിൽ തന്നെ ഉമ്മയെയും വാപ്പയെയും തലക്കടിച്ചു കൊന്നു. ഇന്നത്തെ വാർത്തയാണ് ഞാൻ പറയുന്നത്. ഇന്ന് നടന്ന വാർത്ത അല്ലാഹുവേ എത്രമാത്രം സങ്കടകരമാണ്. മക്കളെങ്ങാനും മതപതിച്ചു പോയാൽ പിന്നെ വല്ലാത്ത സങ്കടമാണ്. നമ്മുടെ ജീവിതം മുഴുവനും നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ല വാപ്പാ, നമ്മൾ അധ്വാനിക്കുന്നത് മുഴുവനും മക്കൾക്ക് വേണ്ടിയാണ്. ലോകം മുഴുവനും കൊറോണയിൽ കുലുങ്ങിക്കിടക്കുമ്പോൾ, പിടച്ചുകൊണ്ടിരിക്കുമ്പോൾ, കൊറോണയിൽ വല്ലാത്ത പ്രതിസന്ധികൾ തളർന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രവാസ ലോകത്ത് ഇനിയും പിടിച്ചു നിൽക്കുന്നത് എന്തിനാണ്? നമ്മുടെ പുന്നാര മക്കളെ പോറ്റി വളർത്താൻ വേണ്ടിയാണ്. മക്കളോട് നമുക്ക് വല്ലാത്ത സ്നേഹമാണ്, മക്കളോട് നമുക്ക് വല്ലാത്ത മഹബത്താണ്. പക്ഷേ ആ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോവാൻ പാടില്ല വാപ്പാ. മക്കൾക്ക് കൊടുക്കേണ്ട അതബ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അപകടമാണ്, അപകടമാണ്, അപകടമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങളെ മക്കള് സ്വാലിഹീങ്ങളാവണമെങ്കിൽ, നിങ്ങളെ മക്കള് സ്വലാഹിയത്തിന്റെ ഉടമയുള്ള മക്കളാവണമെങ്കിൽ ആ മക്കൾക്ക് നിങ്ങൾ പേര് വെക്കുമ്പോ ശ്രദ്ധിക്കണേ. മൻ വുലിദ ലഹു മൗലൂദുൻ ഫസമ്മാഹു മുഹമ്മദാ حبا لتبرك اسمي كان هو مولوده في الجنة. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ പേര് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തന്നു കഴിഞ്ഞാൽ മടവൂർ ശൈഖുനാന്റെ ചരിത്രം നമുക്ക് പാഠമാവട്ടെ കൂട്ടുകാരാ. കുടുംബസമേതം റമദാൻ നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഈ പതിരാവാത അറിവിൻ നിലാവ് എന്ന ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് കുടുംബസമേതം കേൾക്കുന്നവരുണ്ട് എന്നെനിക്കറിയാം, പ്രവാസ ലോകത്ത് നിന്ന് കേൾക്കുന്നവരുണ്ട് എന്നെനിക്കറിയാം. പ്രിയപ്പെട്ട ബാപ്പമാരോട് ഉമ്മമാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന മക്കൾക്ക് നിങ്ങൾ നല്ല പേര് നിങ്ങൾ വിളിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് വെച്ചോ, പക്ഷേ അത് സ്വലാഹിയത്തുള്ള പേരാവണം പെങ്ങളെ. പ്രവാചകന്റെ പേര് നിങ്ങൾ ബറക്കത്തിന് വെക്കണേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് നിങ്ങൾ മക്കൾക്ക് നിങ്ങൾ വെച്ചാ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, എന്റെ പേരിന്റെ ബറക്കത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് പേര് വെക്കുന്നതെങ്കിൽ അവനും അവന്റെ വാപ്പയും ഉമ്മയും അത് കാരണം കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ കാരണമാണ്. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എത്രമാത്രം മഹത്തമാണ് മുഹമ്മദ് എന്ന നാമത്തിന് അല്ലാഹു നൽകിയതെന്നറിയോ? എത്രമാത്രം വലിയ പവറാണ് മുഹമ്മദ് എന്ന നാമത്തിന് അല്ലാഹു നൽകിയതെന്നറിയോ? ആ മുഹമ്മദ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ നാമത്തിന് അല്ലാഹു എത്രമാത്രം വലിയ മഹത്തമാണ് നൽകിയതെന്നറിയോ? അതുകൊണ്ടല്ലേ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മാ മിൻ അഹ്ലി ബൈത്തിൻ ഫീഹി ഇസ്മു മുഹമ്മദിൻ ഇല്ലാ റസിഖൂ
റിസ്ഖ ഖൈർ. മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങളെ കുടുംബത്തിൽ മുഹമ്മദ് എന്ന പേരുള്ള ഒരു പൊന്നുമോനുണ്ടെങ്കിൽ ആ പേരിന്റെ ബറക്കത്ത് കൊണ്ട് നിങ്ങളെ കുടുംബത്തിലെ മുഴുവൻ ആളുകളുടെ ഭക്ഷണത്തിലും അല്ലാഹു ബറക്കത്ത് ചൊരിയുമെന്നാണ്. മുഹമ്മദ് എന്ന സുന്ദര പേരുള്ളവർ നിങ്ങളെ കുടുംബത്തിലുണ്ടെങ്കിൽ, മുഹമ്മദ് എന്ന പേരുള്ള ഭാഗ്യവന്മാർ നിങ്ങളെ കുടുംബത്തിലുണ്ടെങ്കിൽ, നിങ്ങളെ മക്കളിലോ നിങ്ങളെ പേരമക്കളിലോ നിങ്ങളെ മരുമക്കളിലോ നിങ്ങളെ കുടുംബത്തിലോ മുഹമ്മദ് എന്ന പേരുള്ള മക്കളുണ്ടെങ്കിൽ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഇല്ലാ റുസിഖൂ റിസ്ഖ ഖൈറിൻ, കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്കുള്ള റിസ്ഖും അത് വല്ലാത്ത ഖൈറുള്ളതാണ്, അത് ബറക്കത്തുള്ളതാണ്. അവർക്ക് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കൂല. അവർ കഴിക്കുന്നത് കുറച്ചാണെങ്കിലും ആ കുടുംബത്തിന് അല്ലാഹു ബറക്കത്ത് കൊടുക്കുമെന്നാണ്. അവരുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു വലിയ ബറക്കത്ത് കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് കുഞ്ഞുമക്കൾ നന്നാവണമെങ്കിൽ, സ്വാലിഹീങ്ങളാവണമെങ്കിൽ പേര് വെക്കുന്നിടത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ച് മാതൃക കാണിച്ച് മഹാനായ ശൈഖുനാ മടവൂര് പാപ്പ അല്ലാഹുവേ മദീനയിൽ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, മുഹമ്മദ് എന്ന സുന്ദരമായ നാമം വെക്കണേ. ആ പ്രവാചകന്റെ പേരല്ലേ മടവൂര് പാപ്പാക്കുള്ളത്. അല്ലാഹുവേ അങ്ങനെ ചെറുപ്പത്തിലെ മുത്തുനബിയുമായിട്ട് വല്ലാത്ത ബന്ധമുള്ള മഹാനാണ്. ജനിച്ചതോ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഈ ലോകത്തിന് അല്ലാഹു വലിയ സമ്മാനം തന്നത് റബീഉൽ അവ്വലിലല്ലേ കൂട്ടുകാരാ. ഈ ലോകത്തിന് അല്ലാഹു പ്രകാശം തന്നത്, അരണ്ടി കിടക്കുന്ന ലോകത്തിന് അല്ലാഹു വെളിച്ചം തന്നത്, ഇരുട്ട് മൂടി കിടക്കുന്ന ലോകത്തിന് അല്ലാഹു വെളിച്ചം തന്നത് റബീഉൽ അവ്വൽ മാസത്തിലല്ലേ. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിലൂടെ ആമിന ബീവി റളിയല്ലാഹു അൻഹ എന്ന ഉമ്മയിലൂടെ ഒരു പൂമോനായിട്ട് ഈ ലോകത്തിന് അല്ലാഹു വലിയ പ്രകാശം തന്നത് അത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12-നാണ്. ആ മാസത്തിന് അല്ലാഹു വലിയ പ്രത്യേകത നൽകിയിട്ടില്ലേ? ആ മാസത്തിന് അല്ലാഹു വലിയ മഹത്വം നൽകിയിട്ടില്ലേ? ആ മാസത്തിലല്ലേ പിശാച് കരഞ്ഞു പോയത്? റബീഉൽ അവ്വൽ മാസത്തിലല്ലേ ഇബ്ലീസ് കരഞ്ഞു പോയത്? ഇബ്ലീസ് കരഞ്ഞത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഇബ്ലീസ് കരഞ്ഞത് പൊട്ടിക്കരഞ്ഞത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ഇബ്ലീസിന് വല്ലാത്ത സങ്കടമാണ്. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ഇബ്ലീസിന് വല്ലാത്ത വിഷമമാണ്. റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോൾ ഇബ്ലീസിന്റെ മനസ്സിന് വല്ലാത്ത അസ്വസ്ഥതയാണ്. കാരണം എന്തെന്നറിയോ? അത് പ്രവാചകന്റെ മാസമാ. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ജന്മം നൽകിയ പരിശുദ്ധമായ പ്രവാചകന്റെ പ്രകാശം അല്ലാഹു ലോകത്തിന് സമ്മാനിച്ച പരിശുദ്ധമായ റബീഉൽ അവ്വൽ എന്ന പരിശുദ്ധിയുള്ള മാസമല്ലേ. ആ മാസത്തിലാണ് ലോകത്തേക്ക് പൂജാതനാകുന്നത് ശൈഖുനാ ഖുത്ബുൽ ആലം ശൈഖുനാ സിയം വലിയുല്ലാഹ്. മുത്തുനബി ജനിച്ച അതേ മാസത്തിലാണ്. മുത്തുനബി ജനിച്ചതുപോലെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12-നാണ് ഈ ലോകത്തേക്ക് പൂജാതനാകുന്നത്. ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് മഹാനായ ശൈഖുനാ മുഹമ്മദ് അബൂബക്കർ ഖദ്ദസല്ലാഹു സർഹുൽ അസീസ്. ആ മടവൂർ ശൈഖുനാ അല്ലാഹു വലിയ മഹത്വം നൽകിയവരാണ്. അല്ലാഹു വലിയ സ്ഥാനങ്ങൾ നൽകിയവരാണ്. അല്ലാഹു വലിയ ബഹുമാനം നൽകിയവരാണ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കണം റബ്ബേ. മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്.